Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ UGC നെറ്റ് പേപ്പർ 1 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലാസ്റ്റ് സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ റീഡിംഗ് കോംപ്രിഹെൻഷനും അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. According to David Holmes, the textual or behavioral qualities of communication are determined by the architecture of the particular. First option medium, second one message, third option noise, and fourth one എന്ന് പറഞ്ഞാൽ ideology. അപ്പോൾ ഡേവിഡ് ഹോംസ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഹി വാസ് എ ബ്രിട്ടീഷ് സ്റ്റണ്ട് പെർഫോമർ. ഹാരി പോട്ടർ സീരീസിലെല്ലാം സ്റ്റണ്ട് പെർഫോമർ ആയിട്ട് ആൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്സ്റ്റുവൽ ഓർ ബിഹേവിയറൽ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏത് ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് മീഡിയം, മെസ്സേജ്, നോയ്സ് ആൻഡ് ഐഡിയോളജി ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ മീഡിയം ആണ്. ഓക്കെ, അപ്പോൾ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേഷൻ്റെ ടെക്സ്റ്റുവൽ ഓർ ബിഹേവിയറൽ ക്വാളിറ്റീസ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത്, അങ്ങനെയാണ് പറയുന്നത്. So നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. The production and distribution of news by ordinary people is referred to as. Option A popular journalism, B common journalism, C citizen journalism and D new journalism. നമുക്ക് ആ ഒരു ടേം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ന്യൂസ് ബൈ ഓർഡിനറി പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഏത് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്, സിറ്റിസൺ ജേർണലിസം. ആ ഒരു ടേമിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. So നമുക്കിനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ടെൻഡൻസി ഓഫ് പീപ്പിൾ ബീയിങ് ഒബ്സർവ് ടു ആക്ട് ഡിഫറെൻ്റ്ലി ദാൻ നോർമൽ ആസ് എ റിസൾട്ട് ഓഫ് ദെയർ അവെയർനെസ് ഓഫ് ബീയിങ് മോണിറ്റേർഡ് റെഫേഴ്സ് ടു ആസ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വീഡിയോ എല്ലാം എടുക്കുന്ന സമയത്ത് ചില ആളുകളല്ലേ ശരിക്കുമുള്ള നമ്മുടെ ഒരു ബിഹേവിയർ ആവില്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ബിഹേവിയറിൽ ചേഞ്ച് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു ടെൻഡൻസി ആളുകളുടെ ഇപ്പോൾ എന്താ പറയുക, മറ്റാരെങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെന്നോ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ ചേഞ്ച് വരുത്തുന്ന ആ ഒരു ടെൻഡൻസിനെ എന്താണ് പറയുക, ആ ഒരു ടേം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വരുന്നത് സബ്ജക്ട് റിയാക്ടിവിറ്റി, ഒബ്സർവർ ബയാസ്, ഒബ്സർവർ ഡ്രിഫ്റ്റ്, ഡീബ്രീഫിംഗ്. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സബ്ജക്ട് റിയാക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സബ്ജക്ട് റിയാക്ടിവിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ടെൻഡൻസി ഓഫ് പീപ്പിൾ ബീയിങ് ഒബ്സർവ് ടു ആക്ട് ഡിഫറെൻ്റ്ലി ദാൻ നോർമൽ ആസ് എ റിസൾട്ട് ഓഫ് ദെയർ അവെയർനെസ് ഓഫ് ബീയിങ് മോണിറ്റേർഡ്. ഓക്കെ, ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം. സോ ഫോർത്ത് വൺ ഒരു മാച്ച് ദ ഫോളോവിങ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് 1 കുറച്ച് കോൺസെപ്റ്റുകളും ലിസ്റ്റ് 2 ആയിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാച്ച് ചെയ്യണം ഓരോ കോൺസെപ്റ്റ് അതെന്താണ് മീൻ ചെയ്യുന്നുള്ളത് ഒന്ന് മാച്ച് ചെയ്യാണ് വേണ്ടത്. നമുക്ക് കോൺസെപ്റ്റ്സിൽ തന്നിട്ടുള്ളത് സിനർജി ഉണ്ട്, പ്ലാൻഡ് ഒബ്സോളിസൻസ് ഉണ്ട്, സെക്യൂരിറ്റി ആർഗ്യുമെന്റ്, തമാശ. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മീനിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് പവർഫുൾ ബൂസ്റ്റർ ഫോർ സക്സസ്ഫുൾ റിപ്ലിക്കേഷൻ ഓഫ് പാറ്റേൺ. നെക്സ്റ്റ് വൺ മീഡിയാസ് ഫാസിനേഷൻ വിത്ത് സെൻസേഷണലിസം. നെക്സ്റ്റ് വൺ ഹൊറിസോണ്ടൽ കൺസോളിഡേഷൻ ഓഫ് സബ്സിഡറി മീഡിയ കമ്പനീസ്. നെക്സ്റ്റ് വൺ പ്ലാൻ പ്രൊഡക്റ്റ് റിമൂവൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടേംസാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് അറിയാവുന്നതൊന്ന് നോക്കി നോക്കാം. സോ ഇതിൽ തേർഡ് വൺ നോക്കൂ, ഹൊറിസോണ്ടൽ കൺസോളിഡേഷൻ ഓഫ് സബ്സിഡറി മീഡിയ കമ്പനി. ഇത് ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു ടേം ആണ്. കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ വരുന്നത്? കൺസോളിഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെർജ് ചെയ്യുക, അല്ലെങ്കിൽ ദ ആക്ഷൻ ഓർ പ്രോസസ് ഓഫ് കമ്പൈനിങ് എ നമ്പർ ഓഫ് തിങ്സ് ഇൻ ടു എ സിമ്പിൾ ഇഫക്റ്റീവ് ഹോൾ എന്നാണ് അതിന്റെ മീനിങ് വരുന്നത് കൺസോളിഡേഷന്റെ. ഓക്കെ, അതായത് ഇപ്പോൾ എന്താ പറയുക, 2 പിയർ കമ്പനീസ്, ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന 2 പിയർ കമ്പനീസ് എന്ത് ചെയ്യണം, ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആ ഒരു ടേം ഇവിടെ മാച്ച് ചെയ്ത് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, സിനർജിയാണ് വരുന്നത് അല്ലെ. സിനർജി വരുന്നത് 3യോട് മാച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ താഴെ ഓപ്ഷൻസിൽ നോക്കുകയാണെങ്കിൽ A3 വരുന്നത് തേർഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് 1-2 കൂടി നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ പറയുന്ന പ്ലാൻ പ്രൊഡക്റ്റ് റിമൂവൽ ഉണ്ട്. പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ഏത് ആൻസർ വരിക? അതിൽ വരുന്നത് ബി ആയിരിക്കും, പ്ലാൻഡ് ഒബ്സോളിസൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബി വരുന്ന 4, തേർഡ് ഓപ്ഷനിൽ ബിയും 4 തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സി വരുന്നത് ഏതാണ്? സെക്യൂരിറ്റി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പവർഫുൾ ബൂസ്റ്റർ ഫോർ സക്സസ്ഫുൾ റിപ്ലിക്കേഷൻ ഓഫ് പാറ്റേൺ ആയിരിക്കും. അതുപോലെ തമാശ എന്ന് പറയുന്നത് മീഡിയാസ് ഫാസിനേഷൻ വിത്ത് സെൻസേഷണലിസം അതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്.
അപ്പോൾ ഇതാണ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, അതും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ലിസ്റ്റ് 1 കുറച്ച് ഓതേഴ്സിന്റെ പേരുകളും അതുപോലെ ലിസ്റ്റ് 2 കുറച്ച് കോൺസെപ്റ്റ്സും ആണ്. ഇത് ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാരണം നമുക്ക് അറിയാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് ആരാണ്, അതിന്റെ ഓതർ ആരാന്നുള്ളതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്കിവിടെ ഓതേഴ്സ് ആയിട്ട് തന്നിട്ടുള്ള 4 പേരാണ്: മാനുവൽ കാസ്റ്റൽ, ട്രിവർ ബാർ, നിക്കോളാസ് നീഗ്രോപോണ്ടെ, മാർഷൽ മാക്ലുഹാൻ. ഈ പ്രൊണൗൺസിയേഷനിൽ കുറച്ച് ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക. ഇനി കോൺസെപ്റ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്: ഇലക്ട്രോണിക് നൊമേഡ്സ്, പോസ്റ്റ് ഇൻഫർമേഷൻ ഏജ്, ഗ്ലോബൽ വില്ലേജ്, ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഓതേഴ്സിന്റെ പേരാണ് അപ്പുറത്ത് തന്നിട്ടുള്ളത്, ലിസ്റ്റ് 1 തന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മാച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കി നോക്കൂ. ഇതിൽ തേർഡ് വൺ, അതായത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുള്ളത്, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഓപ്ഷൻ ഡിയിൽ തന്നിട്ടുള്ള മാർഷൽ മാക്ലുഹാൻ ആണ്. ഓക്കെ, മാർഷൽ മാക്ലുഹാൻ ആണ് ഗ്ലോബൽ വില്ലേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഡി വരുന്നത് 3, D3 ആയിട്ട് വരുന്നത് 4th ഓപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ, അതായത് മാനുവൽ കാസ്റ്റൽസ്, അദ്ദേഹം മാച്ച് ചെയ്ത് വരുന്നത് ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചറുമായിട്ടാണ്. ഓക്കെ, കാസ്റ്റൽ ഈസ് നോൺ ഫോർ ഹിസ് അനാലിസിസ് ഓഫ് ദ നെറ്റ്വർക്ക് സൊസൈറ്റി ആൻഡ് ഹൗ മീഡിയ ആൻഡ് ടെക്നോളജി ഷേപ്പ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡിങ് ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കാസ്റ്റൽ, മാനുവൽ കാസ്റ്റൽ എന്നുള്ള ഇന്ററാക്റ്റീവ് മീഡിയ കൾച്ചറിനോട് മാച്ച് ചെയ്ത് വരുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടല്ലോ, സെക്കൻഡ് വൺ ട്രിവർ ബാർ, അത് അദ്ദേഹം മാച്ച് ചെയ്ത് വരുന്നത് ഇലക്ട്രോണിക് നൊമേഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ ട്രിവർ ബാർ ഹാസ് റിട്ടൺ അബൌട്ട് ഹൗ ടെക്നോളജി എനേബിൾസ് എ ന്യൂ ടൈപ്പ് ഓഫ് ഗ്ലോബൽ മൊബിലിറ്റി, ഓഫൺ റെഫറിങ് ടു ഇലക്ട്രോണിക് നൊമേഡ്സ് ഇൻ ദ ഡിജിറ്റൽ എറ. എന്താ ഈ നൊമേഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഇലക്ട്രോണിക് നൊമേഡ്സ് ഡിജിറ്റൽ നൊമേഡ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു ലിവറേജ് ടെക്നോളജി ടു വർക്ക് റിമോട്ട്ലി ആൻഡ് travel the world, often staying in different locations for varying periods. They use the internet, smartphones and other digital tools to connect with clients, complete their work and explore new places while also being able to work from anywhere with a reliable internet connection. Okay, അതായത് ട്രാവൽ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ വർക്കും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഇലക്ട്രോണിക് നൊമേഡ്സ് ഓർ ഡിജിറ്റൽ നൊമേഡ് എന്ന് പറയുന്നത്. സോ ആ ഒരു ടേം കൊണ്ടുവന്നത് ഈ ട്രിവർ ബാർ എന്ന് പറഞ്ഞ ഒരു ഓതറാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നിക്കോളാസ് നീഗ്രോപോണ്ടെ ആണ്. സോ അദ്ദേഹം പോസ്റ്റ് ഇൻഫർമേഷൻ ഏജ്, ആ ഒരു ടേമിനായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഹിസ് വർക്ക് എസ്പെഷ്യലി ഇൻ ബീങ് ഡിജിറ്റൽ ഫോക്കസസ് ഓൺ ദ ട്രാൻസിഷൻ ഇൻ ടു ദ ഡിജിറ്റൽ ആൻഡ് പോസ്റ്റ് ഇൻഫർമേഷൻ ഏജ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ മാർഷൽ മാക്ലുഹാൻ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അദ്ദേഹം കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജ് എന്നുള്ളൊരു ടേമാണ്. അത് എന്തുകൊണ്ടാ വെച്ചാൽ the concept of the global village was first introduced by Marshall McLuhan in his book Understanding Media, the Extension of Man in 1964. McLuhan argued that new media technologies such as television and internet were collapsing time and space, creating a more interconnected world that he referred to as a global village. Okay, അപ്പോൾ 2 ടേംസ് അവിടെ വരുന്നുണ്ട് കേട്ടോ. മാർഷൽ മാക്ലുഹാൻ എന്നുള്ള ഓതർ റിലേറ്റ് ചെയ്യുന്നത് ഗ്ലോബൽ വില്ലേജ് എന്നുള്ളൊരു ടേമുമായിട്ടാണ്. സോ എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ദ എക്സ്റ്റൻഷൻ ഓഫ് മാൻ 1964. അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ്റെ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ICT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.